2020 തദ്ദേശ തെരഞ്ഞെടുപ്പും തിരുവനന്തപുരം കോർപ്പറേഷനും എന്നും ഓർത്തു വയ്ക്കുന്ന ഒന്നാണ്. കേവലം 21 വയസ്സുള്ള ഒരു പെൺകുട്ടി ആരും കൊതിക്കുന്ന തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് എത്തിയെന്നതാണ് ആ പ്രത്യേകത. 5 വർഷത്തെ എങ്ങനെയാണ് ആര് നോക്കിക്കാണുന്നത്? എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു 5 വർഷമാണ് കടന്നുപോയത്. ഏത് മേഖല പരിശോധിച്ചാലും തിരുവനന്തപുരം നഗരസഭയ്ക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചു എന്നതും ഒരു ചരിത്രത്തിന്റെ കൂടി ഭാഗമാകുകയാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഡിസിഷനുകൾ എടുക്കുന്ന സ്ത്രീകളെ നോക്കി ധിക്കാരികളെന്ന് വിളിക്കുക, ധാർഷ്ട്യമുള്ളവരായി വിളിക്കുക. അപ്പൊ അങ്ങനെ പല പേരുകൾ എന്നെ സംബന്ധിച്ച് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് ഈ രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്ത് നിന്ന്. അയ്യോ അതെന്ത് നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ, അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? പക്ഷേ പ്രായം കൊണ്ടും അവരോട് ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടും ഒരുപക്ഷെ ജനങ്ങൾ ഒരു മകളെ പോലെ സ്വീകരിച്ചു എന്നാണ് എല്ലാവരുടെയും നമ്മളോടുള്ള സമീപനം കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കി. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. പഠിച്ച കള്ളിയാണ് പാവപ്പെട്ടവന്റെ ജോലി വരെ തെറിപ്പിച്ച ഒരു വ്യക്തിയാണ് മേയർ എന്ന് പറയുന്നത്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.